നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസുകാർക്കും സർക്കാർ പ്രതിനിധികൾക്കുമൊക്കെ ആഘോഷത്തിമിർപ്പാണ്. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി വലിയ വിജയമാണ് എന്ന് UDFും കോൺഗ്രസ് നേതാക്കളും അവകാശപ്പെടുന്നു. വലിയ ജനകീയ പദ്ധതി എന്ന നിലയ്ക്കാണ് പ്രിയദർശിനി പദ്ധതി കേരളത്തിന് മുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ സമർപ്പിച്ചത്. കേരളത്തിലെ വനിതകളൊക്കെ ഇനി സൗജന്യ യാത്ര നടത്തും എന്ന പൊതുപ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നു കേട്ടു. ഈ പദ്ധതി പൂർണ്ണമായും ജനകീയമാണോ? കേരളത്തിലെ വനിതകൾക്ക് ഇതിൻ്റെ പരിപൂർണ പ്രയോജനം ലഭിക്കുമോ? ഇക്കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഡിജോ കാപ്പൻ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ സാരഥി ജെയിംസ് വടക്കൻ പറയുന്നത് കൂടി നമ്മളൊന്ന് കേൾക്കേണ്ടി വരും. പൊതുവിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ജെയിംസ് വടക്കൻ ആധികാരികമായി ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നു. കേരളത്തിലെ വനിതകളിൽ ബസ് യാത്രക്കാരായ 26% വനിതകൾക്ക് മാത്രമായിരിക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് എന്ന് ജെയിംസ് വടക്കൻ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നു. മുഴുവൻ പ്രയോജനവും ലഭിക്കണമെങ്കിൽ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കണം. താൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം എന്നാണ് ജെയിംസ് വടക്കൻ പറയുന്നത്. സർക്കാർ കണക്കുകൾ പൂർണ്ണമായി തെറ്റാണ്. നിലവിൽ KSRTCയുടെ കൈവശമുള്ളത് 4609 ബസ്സുകൾ. ഇവയിൽ ഓടുന്നവ 4400. KSRTC ബസ്സിൽ പ്രതിദിനം യാത്ര ചെയ്യുന്നവർ 21 ലക്ഷം. കേരളത്തിൽ 11,936 സ്വകാര്യ ഓർഡിനറി ബസ്സുകളുണ്ട് നിരത്തിൽ. അങ്ങനെയെങ്കിൽ സ്വകാര്യ ബസ്സുകളിലെ പ്രതിദിന യാത്രക്കാർ 57 ലക്ഷം. ആകെ 78 ലക്ഷം പ്രതിദിന യാത്രക്കാർ. KSRTCയിൽ 21 ലക്ഷത്തിൽ 10 ലക്ഷമാണ് വനിതകൾ. ഈ കണക്കനുസരിച്ച് വിലയിരുത്തുമ്പോൾ 78 ലക്ഷം യാത്രക്കാരിൽ 39 ലക്ഷം യാത്രക്കാർ വനിതകൾ. അതിൽ KSRTCയിലെ 10 ലക്ഷത്തിന് മാത്രം സൗജന്യം. ബാക്കി 29 ലക്ഷം സ്ത്രീ യാത്രക്കാർ പുറത്ത്. കൃത്യമായി പറഞ്ഞാൽ സ്ത്രീ യാത്രക്കാരിലെ 26% ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സൗജന്യം ലഭിക്കുക. ഇതൊരു ജനകീയ പദ്ധതിയല്ല എന്ന് ജെയിംസ് വടക്കൻ ഉറപ്പിച്ചു പറയുന്നു. സൗജന്യ യാത്രയിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും നല്ല ഉയർന്ന ശമ്പളം വാങ്ങുന്ന ധനികരായ വനിതകളാണെന്നും കുറഞ്ഞ കൂലിക്ക് ദിവസവേതനത്തിനും സ്വകാര്യ സ്ഥാപനങ്ങളിലും കടകളിലും വീടുകളിലും പണിയെടുക്കുന്ന 90% സ്ത്രീകളും യാത്ര ചെയ്യുന്നത് സ്വകാര്യ ബസ്സുകളിലാണ് എന്നും ജെയിംസ് വടക്കൻ പറയുന്നു. അതുകൊണ്ട് നിശ്ചിത പ്രതിമാസ വരുമാനത്തിൽ താഴെ വരുമാനം ലഭിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും KSRTCയുടെ ചലോ കാർഡ് സംവിധാനത്തിൽ ടിക്കറ്റ് മെഷീനുകളിൽ സ്വൈപ്പ് ചെയ്യാവുന്ന തരത്തിലുള്ള കാർഡുകൾ വിതരണം ചെയ്യണം. ഡിജോ കാപ്പൻ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിയാണ് ജെയിംസ് വടക്കൻ. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുള്ള ഈ വാദം നിരാകരിക്കുക അത്ര എളുപ്പമല്ല. ജെയിംസ് വടക്കൻ കൃത്യമായ വെല്ലുവിളിയാണ് സർക്കാരിൻ്റെ നേരെയും ഗതാഗത മന്ത്രിക്ക് നേരെയും ഉയർത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ KSRTC പുറത്തുവിട്ട ഓർഡിനറി ബസ്സുകളുടെ കണക്ക് ശരിയല്ല. ആകെ ഓടുന്ന KSRTC ബസ്സുകൾ 4400 ആണ്. അതിൽ KSRTCയുടെ 1788 സൂപ്പർ ക്ലാസ് ബസ്സുകളും K-Swiftൻ്റെ 491 സൂപ്പർ ക്ലാസ് ബസ്സുകളുമുണ്ട്. ആകെ 2279 സൂപ്പർ ക്ലാസ് ബസ്സുകൾ. ഇതിൽ 10% ബസ്സുകൾ കട്ടപ്പുറത്ത്. വിവിധ റൂട്ടുകളിൽ ഓടുന്ന സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ എണ്ണം 2050. അങ്ങനെ നോക്കിയാൽ തിരുവനന്തപുരത്തെ വിവാദമായ സിറ്റി ഫാസ്റ്റ് അടക്കം റൂട്ടിലോടുന്ന KSRTC ഓർഡിനറി ബസ്സുകൾ 2350 എണ്ണം മാത്രം. ഇവിടെയാണ് ഗതാഗത മന്ത്രി KSRTC 3125 ഓർഡിനറി ബസ്സുകൾ ഓടിക്കുന്നുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഗതാഗത സെക്രട്ടറി TV അനുപമയുടെ സാന്നിധ്യത്തിൽ പത്രസമ്മേളനം നടത്തിയാണ് ഗതാഗത മന്ത്രി ഇക്കാര്യം പറയുന്നത്. KSRTCയുടെ ടിക്കറ്റ് മെഷീനുകൾ ചലോ ആപ്പിൽ കണക്റ്റഡ് ആണ്. ഓരോ ബസ്സിലും എത്ര യാത്രക്കാർ ഏത് സമയത്തുണ്ടെന്നറിയാൻ സാധിക്കുന്ന തരത്തിൽ KSRTCയിൽ നിലവിൽ പ്രൊഫഷണലായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോലുമില്ല. ഇതറിയാവുന്ന ഗതാഗത സെക്രട്ടറി KSRTC ചീഫ് ഓഫീസിലെത്തി ചലോ ആപ്പിൽ പരിശോധിച്ചാൽ ഓടുന്ന ഓർഡിനറി ബസ്സുകളുടെ കണക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഗതാഗത മന്ത്രിയെയും അതിലൂടെ മുഖ്യമന്ത്രിയെയും 102 MLAമാരെയും UDFന് വോട്ട് നൽകി വിജയിപ്പിച്ച കേരളത്തിലെ പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ച KSRTC ഉന്നത ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഒരു വാദത്തിനു വേണ്ടി മാത്രം KSRTC 3125 ഓർഡിനറി ബസ്സുകൾ റൂട്ടിൽ ഓടിക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചാലും
അത് സ്ത്രീ യാത്രക്കാരുടെ 10% പോലും ആകില്ല എന്ന് താഴെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ തെളിയിക്കുന്നു. UDFന് 16 MLAമാരെയും ലഭിച്ച മലപ്പുറം ജില്ല. മലപ്പുറത്തെ 20,90,937 സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ മലപ്പുറം ജില്ലയിലുള്ളത് കേവലം 98 KSRTC ഓർഡിനറി ബസ്സുകൾ മാത്രം. അതായത് 21,397 സ്ത്രീകൾക്ക് ഒരു KSRTC ഓർഡിനറി ബസ്. UDFൽ 13-12 MLAമാരെ സംഭാവന ചെയ്ത കോഴിക്കോട് ജില്ലയിൽ 10,226 സ്ത്രീകൾക്ക് ഒരു KSRTC ഓർഡിനറി ബസ്. 14 MLAമാരെ UDFന് സമ്മാനിച്ച കേരളത്തിലെ ഏക മഹാനഗരമുള്ള എറണാകുളം ജില്ലയിൽ 5,122 സ്ത്രീകൾക്ക് ഒരു KSRTC ഓർഡിനറി ബസ്. ഈ കണക്കുകൾ തെറ്റാണ് എന്ന് ഗതാഗത മന്ത്രിയോ KSRTCയോ തെളിയിച്ചാൽ കഴിഞ്ഞ 38 വർഷമായി നിരവധി പൊതുതാൽപര്യ ഹർജികളിലൂടെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നും സെൻറ്റർ ചെയർമാൻ ജെയിംസ് വടക്കൻ പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് വരുമാന പരിധി വയ്ക്കണമെന്നാണ് ജെയിംസ് വടക്കൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. പ്രതിമാസം 30,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ള സ്ത്രീകൾ സ്വയം പദ്ധതിയിൽ നിന്ന് മാറി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉദാത്ത മാതൃക കാട്ടണം. 90% ദരിദ്ര സ്ത്രീകൾക്ക് കിട്ടാത്ത സൗജന്യം തങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് കേരളത്തിലെ വനിതാ സംഘടനകൾ ഏറ്റെടുക്കണമെന്നാണ് ജെയിംസ് വടക്കൻ പറയുന്നത്. 30,000 രൂപയിൽ താഴെ വരുമാനമുള്ള സ്ത്രീകളെ കുടുംബശ്രീ, ഗ്രാമപഞ്ചായത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ സംവിധാനത്തിലൂടെ കണ്ടെത്തി അവർക്ക് KSRTCയുടെ ചലോ കാർഡ് മാതൃകയിൽ കാർഡ് നൽകി അതുപയോഗിച്ച് സ്വകാര്യ ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണം. ആ യാത്രയുടെ പണം സംസ്ഥാന സർക്കാർ സ്വകാര്യ ബസ്സുകൾക്ക് പ്രതിമാസം നൽകുകയും ചെയ്യണം. KSRTC ബസ്സിൽ എത്ര വനിതകൾ? KSRTC ബസ് വനിത അനുപാതം. തിരുവനന്തപുരം KSRTC ഓർഡിനറി 687, സ്വകാര്യ ബസ് 600, ആകെ ബസ് 1287. കൊല്ലം KSRTC ഓർഡിനറി 415, സ്വകാര്യ ബസ്സുകൾ 410, ആകെ 560. പത്തനംതിട്ട KSRTC ഓർഡിനറി 150 മാത്രം, അവിടെ സ്വകാര്യ ബസ്സുകൾ 410, ആകെ 560. ആലപ്പുഴ KSRTC ഓർഡിനറി 227, അവിടെ സ്വകാര്യ ബസ്സുകൾ 367, ആകെ 594. കോട്ടയം KSRTC ഓർഡിനറി വെറും 162, എന്നാൽ സ്വകാര്യ ബസ്സുകൾ കോട്ടയം ജില്ലയിലുള്ളത് 625. ഇടുക്കി ജില്ലയിൽ KSRTC ഓർഡിനറി വെറും 125, സ്വകാര്യ ബസ്സുകൾ 355. എറണാകുളത്ത് KSRTC ഓർഡിനറി 325, സ്വകാര്യ ബസ്സുകൾ 1403. തൃശ്ശൂർ ജില്ലയിൽ 153 KSRTC ഓർഡിനറി, പക്ഷേ സ്വകാര്യ ബസ്സുകൾ 1444. പാലക്കാട് KSRTC ഓർഡിനറി 122, പക്ഷേ സ്വകാര്യ ബസ്സുകൾ 1203. മലപ്പുറത്ത് KSRTC ഓർഡിനറി 98, എന്നാൽ സ്വകാര്യ ബസ്സുകൾ 1493. കോഴിക്കോട് KSRTC ബസ്സുകൾ 156, എന്നാൽ സ്വകാര്യ ബസ്സുകൾ 1414. വയനാട് KSRTC 172, സ്വകാര്യ ബസ്സുകൾ 364. കണ്ണൂർ KSRTC ഓർഡിനറി 205, സ്വകാര്യ ബസ്സുകൾ 1210. കാസർഗോഡ് സ്വകാര്യ ബസ്സുകൾ 470, എന്നാൽ KSRTC ഓർഡിനറി 128. സ്വകാര്യ ബസ്സുകളിലെ സ്വൈപ്പിംഗ് മെഷീനുകളിൽ ആവശ്യമായ മാറ്റം വരുത്തുകയും സ്വൈപ്പിംഗ് ഏർപ്പെടുത്തുകയും ടിക്കറ്റ് മെഷീനിലെ വിശദാംശങ്ങൾ KSRTCയിൽ ചെയ്യുന്നത് പോലെ സ്വകാര്യ ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ സർക്കാർ നിയന്ത്രണത്തോടെ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് നൽകിയ ഓരോ ബസ്സിലെയും സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ എല്ലാ ദിവസവും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓരോ ബസ്സിലെയും ഇത്തരത്തിലുള്ള ഡേറ്റ പ്രതിമാസം സർക്കാരിന് സമർപ്പിക്കുകയും സ്വകാര്യ ബസ് ഉടമകൾ നൽകുന്ന ത്രൈമാസ വാഹന നികുതി പ്രതിമാസ വാഹന നികുതി ആക്കുകയും സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് നൽകിയ ടിക്കറ്റ് നിരക്കുകൾ വാഹന നികുതിയിൽ നിന്ന് കുറവ് വരുത്തി ബാക്കി നികുതി മാത്രമടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണം. പ്രതിമാസ വാഹന നികുതിയേക്കാൾ കൂടുതൽ സൗജന്യ യാത്ര അനുവദിച്ച സ്വകാര്യ ബസ്സുകൾക്ക് ഒരു മാസത്തെ ബിൽ സമർപ്പിച്ചാൽ 15 ദിവസത്തിനകം പണം ബസ്സുടമയുടെ അക്കൗണ്ടിൽ നേരിട്ടെത്തുന്ന സംവിധാനം അടിയന്തരമായി സൃഷ്ടിക്കണം. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഏതെങ്കിലും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡോ KSRTC ഡിപ്പോയോ ഉള്ള സ്ഥലങ്ങളെ ബന്ധപ്പെടുത്തിയാണ് സർവീസ് നടത്തുന്നത്. നിലവിൽ KSRTCക്ക് തന്നെ 95 ഓപ്പറേറ്റിംഗ് സെൻറ്ററുകളുണ്ട്.
ഇവിടെ 200 ചതുരശ്ര അടി വിസ്തീർണമുള്ളൊരു മുറി മതി സ്വകാര്യ ബസ്സുകളിലെ ടിക്കറ്റ് മെഷീനിലെ പ്രതിദിന ഡേറ്റ എല്ലാ ദിവസവും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ. ഇതുകൂടാതെ സ്ത്രീ സൗജന്യ യാത്രാ സൗകര്യം സ്വകാര്യ ബസ്സുകളിൽ ദുരുപയോഗിക്കുന്നില്ല എന്നുറപ്പാക്കാൻ സർക്കാർ നിയന്ത്രിത ചെക്കിങ്ങും അനിവാര്യം. ഇതിനുവേണ്ടി സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച ചെയ്ത് ഒരു സർക്കാർ സ്വകാര്യ ബസ് സംവിധാനം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി രൂപീകരിക്കണം. നിലവിൽ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ആരും പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയോ പൊതുഗതാഗത വിഷയങ്ങളെ സംബന്ധിച്ച വിദഗ്ധരോ അല്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീ സൗജന്യ യാത്ര എങ്ങനെ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുമെന്നതിനെപ്പറ്റി പഠിക്കാൻ KSRTC ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് സമയം കളയരുത് ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും. KSRTCയെ വിജയകരമായി നയിച്ച MG രാജമാണിക്യം IAS, റിട്ടയർ ചെയ്ത KSRTC CMDമാരായ ടോബിൻ തച്ചങ്കരി, ബിജു പ്രഭാകർ എന്നിവരും KSRTCയെപ്പറ്റി വ്യക്തമായ പഠനം നടത്തി വിദഗ്ധരും അടങ്ങുന്ന ഉന്നതാധികാര സമിതി സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ സൗജന്യ യാത്ര നടപ്പിലാക്കാനുള്ള സംവിധാനം അടിയന്തരമായി രൂപീകരിക്കണം. 30 ദിവസത്തിനുള്ളിൽ ഇവരോട് റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെടണം. ഈ വിശദാംശങ്ങളൊക്കെ അടങ്ങുന്ന KSRTC സ്ത്രീ സൗജന്യ യാത്രയെ സംബന്ധിച്ച് ഗതാഗത മാനേജ്മെൻറ്റ് വിദഗ്ധനും ഡിജോ കാപ്പൻ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിയുമായ ജെയിംസ് വടക്കൻ തയ്യാറാക്കിയ 90 പേജുള്ള പഠന റിപ്പോർട്ട് 10 ദിവസം മുൻപ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ച കർണാടകത്തിലെ സ്ഥിതിയല്ല കേരളത്തിൽ. കർണാടകത്തിൽ യാത്രാ ബസ്സുകളിൽ 90% സർക്കാരിൻ്റേത്. എന്നാൽ 2025 നവംബറിലെ കണക്കുകൾ പ്രകാരം ആകെയുള്ള 16,545 യാത്രാ ബസ്സുകളിൽ 4,609 ബസ്സുകൾ മാത്രമാണ് KSRTCക്കുള്ളത്. ബാക്കി 11,936 ബസ്സുകളും സ്വകാര്യ മേഖലയിൽ. KSRTCയുടെ 4,609 ബസ്സുകളിൽ 3,125 ഓർഡിനറികളുണ്ട് എന്ന് ഗതാഗത മന്ത്രിയും ഗതാഗത സെക്രട്ടറിയും പറയുമ്പോൾ അത് വെറും 2,350 മാത്രമാണ് എന്ന് കണക്കുകൾ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ സൗജന്യ യാത്ര അർഹരായവർക്ക് പലർക്കും ലഭിക്കില്ല. 16-ൽ 16 MLAമാരെ സംഭാവന ചെയ്ത മലപ്പുറം ജില്ല മുകളിൽ നോക്കിയിരിക്കുന്നു. KSRTCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 2022 ശേഷം ഔദ്യോഗിക രേഖകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി KSRTCയെപ്പറ്റി ഒരു ധവളപത്രം ഇറക്കണം. സ്ത്രീ സൗജന്യ യാത്രയുടെ ബാധ്യത പുരുഷന്മാരുടെ ബസ്സുകൂലി കൂട്ടാൻ ഇടയാക്കരുത്. ശക്തമായ ഭാഷയിലാണ് ഈ നിർദ്ദേശങ്ങൾ ജെയിംസ് വടക്കൻ സർക്കാരിനോട് പറയുന്നത്. ഇതിനെ നിഷേധിക്കാൻ അധികൃതർക്കോ മന്ത്രിക്കോ കഴിയുമോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.